പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. കുടക് യാത്രയിൽ നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് വയനാട് ജില്ലയിലെ മാനന്തവാടി താലൂക്കിൽ ഒരു ഗ്രാമപഞ്ചായത്ത് ആയ തിരുനെല്ലിയിലാണ്. ഉണ്ണിയച്ചി ചരിതത്തിലും ബ്രഹ്മപുരാണത്തിലും പരാമർശിക്കപ്പെട്ടിട്ടുള്ള പ്രസിദ്ധമായ തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ പഞ്ചായത്തിലാണ്. നമുക്ക് ആ ക്ഷേത്രം ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് പോയി നോക്കാം. പ്രസിദ്ധ നോവലിസ്റ്റായ വത്സല, അവർ, ആഗ്നേയം, കൂമൻകൊല്ലി എന്നീ നോവലുകളിലൂടെ ഈ ഗ്രാമത്തെ അനശ്വരമാക്കിയിരിക്കുന്നു. കരിങ്കൽ തൂണുകളാൽ താങ്ങി നിർത്തിയിരിക്കുന്ന തിരുനെല്ലി ക്ഷേത്രം ഒരു വാസ്തുവിദ്യാ വിസ്മയം ആണ്. ഇപ്പോൾ പുനരുദ്ധാരണ പ്രവൃത്തികൾ നടക്കുന്നു. തറയിൽ വലിയ വലിയ കരിങ്കൽ പാളികളാണ് പാകിയിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 900 മീറ്റർ ഉയരത്തിലാണ് തിരുനെല്ലി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സുഖമുള്ള കാലാവസ്ഥയാണ് ഇവിടെ. മരിച്ചുപോയവരുടെ ആത്മശാന്തിക്കായി ബലിപൂജാ കർമ്മങ്ങൾക്ക് പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം. തിരുനെല്ലി ക്ഷേത്രത്തിന്റെ പ്രാധാന്യം ചേര രാജാക്കന്മാരായ ഭാസ്കര രവിവർമ്മൻ 1ഉം 2ഉം എന്നിവരുടെ ചെമ്പ് ആലേഖനങ്ങളിൽ കാണാം. AD 9ാം നൂറ്റാണ്ട് വരെ ഈ ചെമ്പ് തകിടുകൾക്ക് പഴക്കം ഉണ്ടെന്ന് ചരിത്രരേഖകൾ പറയുന്നു. മലനിരകളിൽ കമ്പമല, കരിമല, വർഡികെ മലകൾ എന്നിവയാൽ ചുറ്റപ്പെട്ട തിരുനെല്ലി ക്ഷേത്രം സഖ്യമല ക്ഷേത്രം, ബ്രഹ്മഗിരി ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. പാപനാശിനി ഗ്രാമം, പഞ്ചതീർത്ഥ ഗ്രാമം എന്നീ 2 ഗ്രാമങ്ങൾ ഇവിടെ നിലനിന്നിരുന്നു. അജ്ഞാതമായ ചില കാരണങ്ങളാൽ ആ ഗ്രാമം നശിക്കപ്പെടുകയാണ് ഉണ്ടായത്. സാഹസിക മലകയറ്റക്കാർക്ക് പ്രിയങ്കരമായ പക്ഷിപാതാളം ഇവിടുന്ന് 7 കിലോമീറ്റർ ദൂരെയാണ്. ഇവിടെ ക്ഷേത്രത്തിന് വെളിയിൽ ലഭിക്കുന്ന മുളയരി പായസം വളരെ പ്രസിദ്ധമാണ്. മാനന്തവാടിയിൽ നിന്നും 30 കിലോമീറ്റർ ദൂരമാണ് ഈ ക്ഷേത്രത്തിലേക്ക്. പ്രകൃതി മനോഹരമായ സ്ഥലമാണ് തിരുനെല്ലി. വയനാട് വന്യജീവി സങ്കേതത്തിന് നടുക്കാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മാനന്തവാടിയിൽ നിന്നും 30 കിലോമീറ്റർ ദൂരമാണ് ഈ ക്ഷേത്രത്തിലേക്ക്. തിരുനെല്ലിയെ പറ്റി
ഒരുപാട് പറയാനുണ്ട്. എങ്കിലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കുടക് യാത്ര വിവരണങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഒരു ദേശത്തിൻ്റെ വിശേഷങ്ങളുമായി വരുന്നതുവരെ നമസ്കാരം.